ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ഇഡ്ഡലിയാണ്. മസാല ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. ഇത് മാത്രം മതി, വേറെ ഒരു കറിയും വേണ്ട. ഇത് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടാനും ഓഫീസിൽ കൊണ്ടുപോകാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ 1.5 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധാരണ പച്ചരിയാണിത്. ഇനി വേറെ ബൗളിലേക്ക് ഒരു 1/4 കപ്പിനടുത്ത് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് തികച്ചെടുത്തിട്ടില്ല, 1/2 കപ്പ് കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ദോശയായാലും ഇഡലി ആയാലും നമ്മൾ ഉഴുന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു സോഫ്റ്റ്നെസ് നമ്മുടെ ആ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ അരിയും ഉഴുന്നും നല്ല രീതിയിലൊന്ന് വെള്ളം തെളിഞ്ഞു വരുന്ന രീതിയിലൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് 3-4 മണിക്കൂർ ഇതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം. ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അരിയും ഉഴുന്നും ഒക്കെ നല്ല രീതിയിൽ കുതിർന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉഴുന്നിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഇത് കുതിർക്കാനായിട്ട് വെച്ചത്. കാരണം നമ്മൾ ഉഴുന്ന് ഇട്ട് വെച്ചേക്കുന്ന വെള്ളത്തിലാണ് നമ്മളിത് അരിയെല്ലാം അരച്ചെടുക്കുന്നത്. ഇനി അരിയിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റണം. എന്നിട്ട് ഉഴുന്നിലെ വെള്ളം ഞാൻ വേറൊരു കപ്പിലേക്ക് ഒന്ന് ഒഴിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പൊ അരച്ചെടുക്കുമ്പോഴേ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോറും കൂടി ചേർത്താണ് അരയ്ക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരി ഉഴുന്നും 2 ബാച്ചായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തതിനെക്കാട്ടും നല്ലത് നമ്മുടെ കൈയൊന്ന് വാഷ് ചെയ്ത ശേഷം ഇതേപോലെ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ഒരു 5 മിനിറ്റോളം നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ തണുപ്പ് സമയത്തായാൽ പോലും നമുക്ക് ഇഡലി ദോശയും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഈ മാവ് നല്ല രീതിയിൽ തന്നെ ഫെർമെന്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നിന്റെ വെള്ളം ചേർത്ത് അരയ്ക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ ഇതുപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പൊ അതാണ് ഞാൻ 5 മിനിറ്റ് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാവെല്ലാം നല്ല രീതിയിൽ ഇത് ചേർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാൻ. ഞാനത് രാത്രിയിലാണ് മാവ് അരച്ച് വെക്കുന്നത്. നമുക്ക് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ടാണ്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്യണം. നമ്മൾ ഉണ്ടാക്കുന്ന മസാല ഇഡ്ഡലിയാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് മസാല കുറച്ചൊന്ന് തയ്യാറാക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ നല്ലൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാര്യങ്ങളോട് നമുക്കത് ചേർത്ത് കൊടുക്കണം. 10-15 വെളുത്തുള്ളി ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന എല്ലാ സാധനങ്ങളും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഇതെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ പെരിഞ്ജീരകമാണ്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. വളരെ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള ഒന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഇതിൽ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും വളരെ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞു വേണം ചേർക്കാൻ. വലിയ കഷ്ണങ്ങളായിട്ട് ഒന്നും ചേർക്കരുത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊട്ടറ്റയാണ്. ഒരു 3-4 പൊട്ടറ്റോ ഞാൻ കുക്കറിലിട്ട് ഒന്ന് ബോയിൽ ചെയ്ത ശേഷം അത് തണുത്തപ്പോൾ അതിന്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ഈ പൊട്ടറ്റോയിലും കഷ്ണങ്ങളൊന്നുമില്ല, നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുള്ളൂ. നമ്മൾ മസാല ദോശയുടെ കൂട്ടല്ല, നമ്മൾ മസാല ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇതിനകത്തുള്ള കഷ്ണങ്ങളൊന്നും പാടില്ല. അപ്പൊ അതാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി മസാലകളെല്ലാം നമ്മുടെ ഈ പൊട്ടറ്റോയിലേക്ക് പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. വളരെ ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനും അതുപോലെ തന്നെ ഓഫീസിലൊക്കെ കൊണ്ടുപോകാനായിട്ട് നല്ലതാണിത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അതെല്ലാം കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാതെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നേരെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണൽ ആണ് കേട്ടോ. അത് ആ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മുടെ മസാലയ്ക്ക്. ഈ മല്ലിയിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മുടെ മസാലയൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പൊ നമ്മുടെ ഇഡ്ലി മാവ് നല്ല രീതിയിൽ തന്നെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കൊന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ മാവ് ഇതുപോലെ ഫെർമെന്റ് ആയി കഴിഞ്ഞിട്ട് ഒരുപാട് നമ്മളിട്ട് ഇളക്കി ചേർക്കരുത്. ചെറുതായിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക മാത്രമേ ചെയ്യാവൂ. അപ്പൊ അതാണ്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ മസാല എന്തായാലും നോക്കാം. മസാലയൊക്കെ താണ്ട് നല്ല രീതിയിൽ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ ഒന്ന് തടവിയിട്ട് ഇതേപോലെ കുറച്ച് മസാല എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കണം. ഒരുപാട് മസാല വേണ്ട, വളരെ കുറച്ച് മാത്രം മതി, ഒരുപാട് എടുക്കണ്ട. ഈ ഒരു രീതിയിൽ ഒന്ന് പരത്തിയെടുക്കണം. ഒരുപാട് പൊക്കവുമാകരുത്, അതുപോലെ ഒരുപാട് വലുതുമാകരുത്. ഈ ഒരു രീതിയിൽ മാത്രം ചെയ്തെടുത്താൽ മതി. അപ്പൊ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു ഇഡലിത്തട്ട് എടുത്തിട്ടുണ്ട്. ഇഡലിത്തട്ടില് കുറച്ച് എണ്ണയൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ ഇഡലിമാവ് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് മാവ് ഒഴിച്ചു കൊടുക്കരുത്. എല്ലാ കുഴികളിലും ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കണം. ഈ ഒരു രീതിയിൽ പതുക്കെ വെച്ചു കൊടുക്കണം. ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മാവ് ആ ഒരു പകുതി, ആ കുഴിയുടെ ആ ഒരു പകുതി ഭാഗം വരെ എത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് നമ്മൾ ഒരുപാട് മാവ് ഒഴിച്ചു കൊടുക്കരുത്. അപ്പൊ നമ്മൾ ഈ മസാല വെക്കുമ്പോൾ നമ്മുടെ ഈ കുഴിയിൽ നിന്ന് ഒരുപാട് അങ്ങ് കവർ ചെയ്തു പോകും. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ചുകൂടി മാവ് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ മസാല കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ താഴ്വശത്തായാലും മുകൾ വശത്തായാലും നമ്മുടെ ഈ മസാല വെളിയിൽ കാണാത്ത രീതിയിൽ വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ അതാണ്ട് എല്ലാത്തിലും ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എവിടെങ്കിലും ഒന്ന് ഫില്ല് ആവാനുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇഡലിപ്പാത്രത്തില് വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 4-5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ആവി കയറ്റി കൊടുക്കാം. അപ്പൊ അതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ഇഡ്ലിയൊക്കെ ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നല്ല രീതിയിൽ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വിടുവിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഇഡലി നമ്മുടെ തട്ടിൽ നിന്ന് വിട്ട് കിട്ടുന്നതാണ്. ഇനി ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നമുക്കിത് എല്ലാം ഒന്ന് ഇളക്കി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഇഡ്ലി കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതാ ഞാനിത് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ മസാല ഇതിനുള്ളിലുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമുക്കൊന്ന് കാണണ്ടേ. ഇതാ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതി. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.